എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 166 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലുള്ളത് മൂന്നാമത്തെ ചോദ്യം, അത് എന്താണെന്ന് നോക്കാം. ഫോർ 4 consecutive natural numbers, is there any relation between the sum of the first 2 numbers and the sum of last 2 numbers? അതായത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 2 സംഖ്യ എടുത്തുകയും അവസാനത്തെ 2 സംഖ്യ എടുത്തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ അത് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ച് എഴുതുകയും വേണം. അപ്പോൾ നമുക്ക് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ ഇപ്പോൾ 3, 4, 5, 6 ഇതാണെന്ന് വിചാരിക്കുക. ഇനി ഇവ ആദ്യത്തെ 2 എണ്ണം കൂടി കൂട്ടുക അല്ലേ, അവസാനത്തെ 2 എണ്ണം കൂടി കൂട്ടുക. നോക്കിയേ, ആദ്യത്തെ 2 എണ്ണം നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 + 4 = 7 കിട്ടി നമുക്ക്. ഇനി ഈ 2 എണ്ണം കൂടി കൂട്ടിയാലോ? 5 + 6 എത്ര കിട്ടി? 11. അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഒരു സെറ്റും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അറിയാം എന്തെങ്കിലും ബന്ധങ്ങളും ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് വേറെ സെറ്റും കൂടി എടുക്കാം. അപ്പോൾ 6, 7, 8, 9 അടുത്തൊരു സെറ്റ്. ഇത് ആദ്യത്തെ 2 എണ്ണം, ഇത് അവസാനത്തെ 2 എണ്ണം അല്ലേ. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 6 + 7 എന്ത് കിട്ടും നോക്ക്? 13 കിട്ടി. ഇനി 8 + 9 എത്ര കിട്ടി നമുക്ക്? 17 കിട്ടി. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് അല്ലേ. ഇതിൽ ഇവ തമ്മിൽ കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 1 7 1 11 കിട്ടി അല്ലേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ്. ഇതിൽ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് വ്യത്യാസം 11 - 7 = 4. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 4 കിട്ടി. ഇനി ഈ സെറ്റിലോ ഡിഫറൻസ് എത്രയാണ് വരുന്നത് നോക്കിയേ? 17 - 13 അവിടെയും നമുക്ക് 4 കിട്ടി. അതായത് നാം എപ്പോഴും തുടർച്ചയായി 4 എണ്ണൽ സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ 2 എണ്ണം കൂടി കൂട്ടുന്നതും അവസാനത്തെ 2 എണ്ണം കൂടി കൂട്ടുന്നതും ആ ഉത്തരങ്ങൾ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടായിരിക്കും? 4 ഡിഫറൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെയും 4 കിട്ടി നമുക്ക്. അടുത്ത സെറ്റ് എടുത്തപ്പോൾ നമുക്ക് വ്യത്യാസം 4 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡിഫറൻസ്, അവ തമ്മിലുള്ള വ്യത്യാസം ബിറ്റ്വീൻ സംസ് അല്ലേ, സംസ് തുകകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഈസ് ഓൾവേസ് 4. അതായത് രണ്ടിൻ്റെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്താണ്? 4 ആണ്. അപ്പോൾ ആദ്യത്തേന് ഉത്തരമായി. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദിസ് റിലേഷൻ ആൻഡ് റൈറ്റ് ആൾജിബ്ര അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതന്നെ എടുക്കാം, 3 4 5 6 തന്നെ എടുക്കാം. ആയി നമ്മൾ 3 + 4 കൂടി കൂട്ടി അല്ലേ. അപ്പോൾ നമ്മൾ 3ഉം 4ഉം കൂടി കൂട്ടുന്നു. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 3 3 തന്നെ എടുക്കട്ടെ. 4ന് പകരം നമ്മൾ എന്ത് കാട്ടാം? നമുക്ക് 3 + 4ന് നമുക്ക് 3 + 1 എന്ന് എഴുതാം അല്ലേ. 3 + 1 ആണ് 4. അപ്പോൾ നമ്മൾ 4നെ 3ന്റെ ടേംസിൽ എഴുതി. ഇനി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ 3 + 3 അല്ലേ. അപ്പോൾ എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. അപ്പോൾ 2 × 3 + 1 ഈ 1, അതായത് 2 × 3 6 + 1 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതൊന്ന് കൂടി കൂട്ടി നോക്കിയേ. 5ഉം 6ഉം കൂടി കൂട്ടണം. 5 + 6. ഇനി ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ 5നെ നമുക്ക് എന്ത് ചെയ്യാം? 3ന്റെ ടേംസിൽ തന്നെ എഴുതി വെക്കാം. അപ്പോൾ 5നെ നമുക്ക് എന്ത് ചെയ്യാം? 5നെ 3ന്റെ ടേംസിൽ എഴുതുമ്പോൾ 3 + 2 ആണ് 5 അല്ലേ. അപ്പോൾ 3 + 2 എന്ന് എഴുതി 5നെ. ഇനി പ്ലസ് 6ന് എന്തെന്ന് എഴുതും? അപ്പോൾ 3 + 3 അല്ലേ. 3 + 3 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കിയാൽ? 2 3 ഉണ്ട് ഇവിടെ അല്ലേ. ഇവിടെ ചെയ്ത അതേപോലെ തന്നെ 2 3 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 3 ഉണ്ട് പ്ലസ് പിന്നെ എന്ത് കിട്ടി നമുക്ക്? ഒരു 2ഉം ഒരു 3ഉം ബാക്കിയുണ്ട് അല്ലേ. 2 + 3 അതായത് 2ഉം 3ഉം 5. അപ്പോൾ നമുക്ക് 6 + 5 എന്ന് കിട്ടി ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 6 + 1 കിട്ടി. ഈ അവസാനത്തെ 2 കൂടി കൂട്ടിയപ്പോൾ 6 + 5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 6 രണ്ടിലുണ്ട്. പിന്നെന്താണ്? ഇവിടെ 1 കൂടുന്നുള്ളൂ. ഇവിടെ എത്ര കൂടുന്നുണ്ട്? 5 കൂടുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 4 ഡിഫറൻസ് വരുന്നുണ്ട്. ആ 4 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 consecutive natural numbers, the difference between the sums of the first 2 numbers and the last 2 numbers is എത്രയാണ്? 4. അതായത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളിലെ
ഒന്നാമത്തെയും രണ്ടാമത്തെ സംഖ്യയുടെ തുകയും പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 ആണ്. ഇനി എന്ത് വേണം നമുക്ക് ഇതിന്റെ ആൾജിബ്ര എഴുതണം അല്ലേ? ആൾജിബ്ര. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ്, ഈ നമ്പറുകൾ നമുക്ക് എന്ത് പേര് കൊടുക്കാം? ആദ്യത്തേന് നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തേന് എന്ത് കൊടുക്കാം? x+1 എന്ന് കൊടുക്കാം. അടുത്തതിന് നമുക്ക് x+2 എന്ന് കൊടുക്കാം. അടുത്തത് നമുക്ക് x+3 അല്ലേ? 4 സംഖ്യകൾ. ഇനി നമുക്ക് ആദ്യത്തെ സം ഓഫ് ഫസ്റ്റ് 2. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ്, ആദ്യത്തെ 2 സംഖ്യകളുടെ തുക എന്ത് വരും? എക്സും പ്ലസ് രണ്ടാമത്തത് x+1 ഈക്വൽ ടു എന്താണ്? 2x അല്ലേ? 2x+1. ഇനി നമുക്ക് ഈ 2 സംഖ്യകൾ അല്ലേ അവയുടെ തുകയാണ്. അപ്പോൾ സം ഓഫ് ലാസ്റ്റ് 2 നമ്പേഴ്സ്, അതായത് അവസാനത്തെ 2 സംഖ്യകളുടെ തുക എത്ര വരും? ഇവിടെ രണ്ട് തുകയിൽ ഒരു സംഖ്യ x+2 പ്ലസ് രണ്ടാമത്തെ സംഖ്യ ഏതാണ്? x+3. അപ്പോൾ കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? എത്ര എക്സ് ഉണ്ട്? 2x പ്ലസ് 2ഉം 3ഉം 5. അപ്പോൾ ഒന്ന് ഇത് ഉത്തരം കിട്ടി, ഒന്ന് ഇതാണ് ഉത്തരം കിട്ടിയത് അല്ലേ? ഇനി അതിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഡിഫറൻസ് ബിറ്റ്വീൻ 2 സംസ്, അതായത് 2 തുകകളും തമ്മിലുള്ള വ്യത്യാസം എത്ര വരും? വ്യത്യാസം ഇതാണ് വലുത് അല്ലേ? അപ്പം 2x + 5, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നമ്മൾ? 2x + 1 അല്ലേ? +1. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2xന് 2x പോയി കഴിഞ്ഞാൽ 0 ആയിപ്പോയി. പിന്നെ 5ൽ നിന്ന് 1 കുറഞ്ഞു കഴിഞ്ഞാൽ 4. ഈ സംഖ്യയുടെ തുക അല്ലേ, ഇതിൻ്റെ തുകയിൽ നിന്ന് ഈ തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വ്യത്യാസം എത്ര കിട്ടും? 4 കിട്ടും. അപ്പം അങ്ങനെ എഴുതാം നമുക്ക്. അപ്പം ഇവർ തമ്മിലുള്ള തുക ഏതാണ്? x+2 പ്ലസ് x+3. അവ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ തുകയിൽ നിന്ന് നമ്മൾ ഏത് തുക കുറയ്ക്കണം? ഇവർ തമ്മിൽ കൂടി കൂട്ടിയാൽ അല്ലേ? എക്സും x+1ഉം, x പ്ലസ് x+1. അപ്പം ഇവരുടെ തുക കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഡിഫറൻസ് എത്ര ആയിരിക്കും കിട്ടുക? 4 ആയിരിക്കും കിട്ടുക. അത് നോക്കിയാൽ x+2ഉം x+3ഉം തമ്മിൽ കൂടി കൂട്ടുക, പിന്നെ എക്സും x+1ഉം തമ്മിൽ കൂടി കൂട്ടുക അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 ആയിരിക്കും കിട്ടുക. ഇനി അതിനെ നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. കുറച്ചും കൂടി ഒരു മൊഞ്ചാക്കി എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇങ്ങോട്ട് നോക്കിയാൽ x+2 ഇത് തന്നെ പ്ലസ് x+3 അല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂടി കൂട്ടിയ തുക കിട്ടാൻ നാം എന്ത് വേണം? ഇവർ തമ്മിൽ കൂടിയ കിട്ടുന്ന ആ ഉത്തരത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 കൂട്ടണം അല്ലേ? അപ്പം അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈക്വൽ ടു x + x+1, അതായത് എക്സിൻ്റെ ഇത് തമ്മിൽ കൂടി കൂട്ടുക, അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? പ്ലസ് ഒരു 4. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ? എന്താണ്? വാട്ട് അബൌട്ട് ദി സംസ് ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ദി തേർഡ് നമ്പേഴ്സ് ആൻഡ് ദി സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ഫോർത്ത് നമ്പേഴ്സ്. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ആദ്യത്തെ 2 സംഖ്യയും കൂടി കൂട്ടുന്നത്, പിന്നെ ഈ അവസാനത്തെ 2 സംഖ്യകൾ കൂടി കൂട്ടുന്നത് അല്ലേ? അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 4 ആണെന്ന് പറഞ്ഞു. ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? ആദ്യത്തതും മൂന്നാമത്തതും അവ തമ്മിൽ കൂടി കൂട്ടുക, പിന്നെ രണ്ടാമത്തെ സംഖ്യയും നാലാമത്തെ സംഖ്യയും ഇവ തമ്മിൽ കൂടി കൂട്ടുക, എന്നിട്ട് അവ തമ്മിലുള്ള ബന്ധം പറയാം. അപ്പം ഇത് തന്നെ സംഖ്യകൾ ഇതെന്താണ് വേണ്ടത്? ആദ്യത്തേതും മൂന്നാമത്തതും ഇവ തമ്മിൽ കൂടി കൂട്ടാം. അപ്പം എന്ത് വരും നമുക്ക്? 3 + 5 = 8. ഇനി ഇവ തമ്മിൽ കൂടി കൂട്ടാം. എന്ത് കിട്ടും? 4 + 6 = 10. ഇപ്പോൾ ഡിഫറൻസ് എത്ര? 10 - 8 = 2. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊന്ന് നേരെ ചെയ്ത പോലെ ചെയ്ത് നോക്കാം. 3ഉം 5ഉം കൂടി കൂട്ടുന്നു അല്ലേ? അപ്പം 3 + 5. 3 + 5 നമുക്ക് എങ്ങനെ എഴുതാം? 3 3 ആയിട്ട് തന്നെ എഴുതും അല്ലേ? അപ്പം 3 + 5 നമുക്ക് 3ന്റെ ടേംസിൽ എഴുതും അല്ലേ? അപ്പോൾ നമുക്ക് 5ന് പകരം 3 + 2. അപ്പോൾ എത്ര 3 ഉണ്ട്? 2 3. അപ്പോൾ 2 × 3 + 2. അതായത് നമുക്ക് എന്ത് കിട്ടി?
3 ഇൻറ്റു 2 6 പ്ലസ് 2 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇവ തമ്മിൽ കൂടി കൂട്ടുമ്പോഴോ 4 പ്ലസ് 6 സീക്വൽ ടു 4നെ നമുക്ക് എന്ത് ചെയ്യണം 3ൻ്റെ ടേംസിൽ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് 4നെ എഴുതണമെങ്കിൽ 3 പ്ലസ് 1 അതാണ് 4 പ്ലസ് 6നെയോ 3 പ്ലസ് 3. ഇനി എന്തോന്ന് വരും നോക്കിയേ 3ഉം 3ഉം അല്ലേ. അപ്പോൾ 2 3 ഈ 3 ഈ 2 3നെ എടുത്തു. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു 3 പ്ലസ് ഇനി എന്ത് വരും ഒരു 1 ഉണ്ട് ഇവിടെ ഒരു വേറൊരു 3 ഉണ്ട് അല്ലേ. 3ഉം 1ഉം 4 അതായത് 3 ഇൻറ്റു 2 6 പ്ലസ് 4. അപ്പോൾ ഇവിടെ നോക്കിയേ 6 ഇതിലുണ്ട് അല്ലേ. പിന്നെ എന്താണ് ഇവിടെ വ്യത്യാസം ഇവിടെ 2 ഉള്ളൂ ഇവിടെ 4 ഉണ്ട്. അതായത് എത്രയാണ് വ്യത്യാസം വരുന്നത് 2. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് എത്ര കിട്ടി 4ഉം 2ഉം അല്ലേ. അപ്പോൾ വ്യത്യാസം 2. ഇനി ഇത് നമ്മൾ എന്ത് വേണം ആൾജിബ്ര ഉപയോഗിച്ച് എഴുതണം അല്ലേ. ആൾജിബ്ര ഉപയോഗിച്ച് എങ്ങനെ എഴുതാം നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് വിചാരിക്കുക. നമ്പേഴ്സ് ഒന്ന് 4 നമ്പർ വേണം അല്ലേ. ഒന്ന് എക്സ്, അടുത്തത് എക്സ് പ്ലസ് 1, അടുത്തത് എക്സ് പ്ലസ് 2, അടുത്തത് എക്സ് പ്ലസ് 3. ഇനി ആദ്യത്തേതും മൂന്നാമത്തേതും അല്ലേ. അപ്പം ഇവ രണ്ടും കൂടി കൂട്ടണം ആദ്യം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 സീക്വൽ ടു എന്ത് വരും എത്ര എക്സ് ഉണ്ട് 2x പ്ലസ് 2. അപ്പോൾ ഇത് കിട്ടി നമുക്ക്. ഇനി ഇവ തമ്മിൽ കൂടി കൂട്ടുമ്പോഴോ അല്ലേ 2ഉം 4ഉം കൂടി കൂട്ടുമ്പോഴോ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 3. ഇത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് അല്ലേ. തേർഡ് അത് കൂട്ടുമ്പോഴാണ് ഇത് ഏതൊക്കെ കൂട്ടുമ്പോഴാണ് സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് നാലാമത്തതും രണ്ടാമത്തേതും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടി നമുക്ക് ഇവിടെ എത്ര എക്സ് ഉണ്ട് 2x പ്ലസ് 2ഉം 3ഉം 1ഉം 4. ഇവിടെ നമുക്ക് 2x പ്ലസ് 2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 2x പ്ലസ് 4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ത് വരും 2x പ്ലസ് 4ൽ നിന്ന് എന്ത് കുറയ്ക്കുക 2x മൈനസ് 4 കുറയ്ക്കുക അല്ലേ. സോറി 2x പ്ലസ് 2 കുറയ്ക്കുക. അപ്പോൾ എന്ത് വരും 2x പോയി കഴിഞ്ഞാൽ 0, 4 2 പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്കെന്ത് പറയാം ഇതും കൂടി കൂട്ടിയതിൽ നിന്ന് ഇതും കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് 2 കിട്ടും അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 2ആയിരിക്കും അവർ തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ നേരത്തെ ചെയ്തപോലെ ഒന്നും വേണമെങ്കിൽ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം ഇത്തിരി കൂടിയും വൃത്തിയിൽ എഴുതണമെങ്കിൽ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 3. അപ്പം ഇവ തമ്മിൽ കൂടി കൂട്ടിയത് കിട്ടാൻ നാം എന്ത് ചെയ്യണം ഇവ തമ്മിൽ കൂടി കൂട്ടുന്നതിന് അതായത് 1ഉം 3ഉം തമ്മിൽ കൂടി കൂട്ടുന്നതിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടി വരും 2ഉം കൂടി കൂട്ടേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെ വേണമെങ്കിൽ എഴുതാം എക്സ് പ്ലസ് 2 പ്ലസ് 2. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ്. കാരണം ഇതിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അതല്ലെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ 2 കൂട്ടണം. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. ശ്രദ്ധിക്കാതെ നിങ്ങൾ വെറുതെ കേൾക്കുകയാണെങ്കിൽ വളരെ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ